പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ലേഡീസ് അവറിൻ്റെ ഒരു പുതുപുത്തൻ എപ്പിസോഡിലേക്ക് സുസ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് എന്താണ് സംസാരിക്കുന്നത്? തീർച്ചയായിട്ടും നമ്മൾ സംസാരിച്ചു തുടങ്ങുന്നത് എപ്പോഴും നമുക്ക് ഉള്ള പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതിനെ കുറിച്ചൊക്കെ തന്നെയാണ്. കറണ്ട് ആയിട്ടുള്ള നമ്മുടെ കാര്യങ്ങൾ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഇതൊക്കെയാണ് നമ്മുടെ പ്രിയപ്പെട്ട ചർച്ചാ വിഷയങ്ങൾ. അപ്പൊ അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോഴത്തേക്കും നമ്മുടെ ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അതെ, കേരളം പൊതുവേ ഒരു ഹെൽത്തി കമ്മ്യൂണിറ്റി ആണെങ്കിലും ജീവിതശൈലി രോഗങ്ങളിൽ മുൻപന്തിയിലാണ് നമ്മൾ മലയാളികളെല്ലാം എന്നുള്ളതും നമുക്ക് വിസ്മരിക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ ചിന്തിക്കുമ്പോൾ ജീവിതശൈലി രോഗങ്ങളിൽ നമ്മളെ ഏറ്റവും അധികം ബാധിക്കുന്ന രോഗങ്ങൾ എന്തൊക്കെയാണെന്ന് ചിന്തിക്കുമ്പോൾ അത് ഈ രക്തസമ്മർദ്ദം, ബ്ലഡ് പ്രഷർ ആണെന്ന് ചിന്തിക്കേണ്ടി വരും അല്ലേ? അതെ, ബ്ലഡ് പ്രഷർ കൂടി നിൽക്കുന്ന ഒരു അവസ്ഥയെ നമ്മൾ പറയുന്നത് ഹൈപ്പർ ടെൻഷൻ. അപ്പോൾ ഈ ഒരു ഹൈപ്പർ ടെൻഷന് കാരണമാകുന്ന കാര്യങ്ങളും അല്ലെങ്കിൽ നമ്മൾ സ്ഥിരം പറയണല്ലോ, നീ ചുമ്മാ എന്റെ BP കൂട്ടാതെ എന്നൊക്കെ പറയത്തില്ല. അപ്പൊ നമുക്കൊന്നും BP കൂടാം ഈ ഒരു എപ്പിസോഡിൽ. BP കൂട്ടണ്ട, നോർമൽ BPയിൽ നിന്നുകൊണ്ട് നമുക്ക് പുതിയ സെഗ്മെന്റിലേക്ക് കിടക്കാം. ആദ്യത്തെ സെഗ്മെന്റ് സ്മാർട്ട് ലേഡി. നമസ്കാരം, ഞാൻ ഡെയ്സി ജോജി. കളമശ്ശേരിയിൽ ലേസി ഡെയ്സി എന്ന സ്ഥാപനം ഹോം ബേസ്ഡ് ആയിട്ട് നടത്തുന്നു. അതിൽ സാരികൾ എല്ലാം എംബ്രോയ്ഡറി ചെയ്ത സാരികളാണ് കൂടുതലായിട്ട്. പിന്നെ സൽവാർ ടോപ്പുകൾ മാത്രം, സെറ്റായിട്ടല്ല, ടോപ്പുകൾ മാത്രം, അതും ഹാൻഡ് എംബ്രോയ്ഡറിയാണ്. പിന്നെ കട്ട് വർക്ക്, ഇതൊക്കെയാണ് ഞാൻ ചെയ്യുന്നത്. ഒരു ഷോപ്പായിട്ടില്ല, എല്ലാം ഹോം ബേസ്ഡാണ് ചെയ്യുന്നത്. പിന്നെ ഓർഡർ അനുസരിച്ച് ചെറുതായിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് തുടങ്ങിയിട്ട് 1.5 വർഷം ആകുന്നതേ ഉള്ളൂ. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ മുതൽ ഹാൻഡ് എംബ്രോയ്ഡറി സ്വന്തമായിട്ട് ചെയ്ത് ഡ്രസ്സുകളായിരുന്നു ഇടുന്നത്. അതുപോലെ സാരിയുടെ ബ്ലൗസുകളൊക്കെ സ്വന്തമായിട്ട് തുന്നി, അങ്ങനെയായിരുന്നു ഞാൻ. പിന്നെ കല്യാണത്തിന് ശേഷം ഹസ്ബൻഡ് ഒരുപാട് പ്രോത്സാഹിപ്പിച്ചു. ഞാൻ ഓരോന്ന് ചെയ്ത് ഇങ്ങനെ ഇടുന്നത് കാണുമ്പോൾ ഒരു ഷോപ്പായിട്ട് തുടങ്ങിക്കൂടെ എന്ന് ചോദിക്കും. പക്ഷേ എനിക്ക് ശരിക്കും മടിയായിരുന്നു. അങ്ങനെ 22 വർഷം കഴിഞ്ഞ് 50 വയസ്സിന് ശേഷമാണ് ഇതിലേക്ക് വന്നത്. ഇപ്പോൾ 1.5 വർഷം ആകുന്നതേ ഉള്ളൂ ഈ സ്ഥാപനം. ഇവിടെ വീട്ടിൽ തന്നെ ഒരു റൂമിൽ ആണ് ഞാൻ അത് ചെയ്യുന്നത്. ഇതിന് എനിക്കുള്ള സപ്പോർട്ട് എൻ്റെ ഫാമിലിയുടെ സപ്പോർട്ട്, പിന്നെ ഫ്രണ്ട്സിൻ്റെ സപ്പോർട്ട്. വേറെ അഡ്വർടൈസ്മെൻ്റ് ഒന്നും ഇതുവരെ ചെയ്തിട്ടില്ല. ഫ്രണ്ട്സ് അല്ലെങ്കിൽ ഫാമിലി, ഇവരെല്ലാം അവരുടെ ഫ്രണ്ട്സ്, അവരുടെ ഫാമിലി, അങ്ങനെയാണ് ഓരോന്നും ഇങ്ങോട്ട് എത്തിച്ചേരുന്നത്. വേറെ അഡ്വർടൈസ്മെൻ്റ് ഒന്നും ഇതുവരെ ഇല്ല. പിന്നെ ഫേസ്ബുക്കിലൊരു പേജുണ്ട്, ലേസി ഡെയ്സി, അതിൽ കണ്ടിട്ടും ഓർഡർ കിട്ടാറുണ്ട്. പിന്നെ ഡിസൈനിങ് എല്ലാം ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. എനിക്ക് വേറെ ഹെൽപ്പിന് പുറത്തുനിന്ന് ആരുമില്ല. ഇത് തയ്ച്ച് തരുന്നവർ മാത്രമേ ഉള്ളൂ. ഡിസൈൻ ചെയ്യുന്നതും അതിൻ്റെ ഡിസൈനുകൾ വരയ്ക്കുന്നതും പർച്ചേസും എല്ലാം, കളർ കോമ്പിനേഷൻ എല്ലാം ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. പുതിയ ഡിസൈൻ ശരിക്കും പുതിയതല്ല. ഞാൻ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ ചെയ്തുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ കോളേജിൽ പഠിക്കുമ്പോൾ ചെയ്തുകൊണ്ടിരുന്നത്, ആ ഡിസൈനുകളെല്ലാം ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. എന്തെങ്കിലും ആവശ്യം വരും എന്നുള്ള ഒരു ഇതിൽ വെറുതെ സൂക്ഷിച്ചു വെച്ചിരുന്നതാണ്. പിന്നെ എനിക്ക് വേണ്ടി അത് ഒക്കെ ഞാൻ ഇടയ്ക്ക് ചെയ്ത് ഉടുക്കാറുണ്ട് സാരിയൊക്കെ. അപ്പോൾ അത് കാണുമ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ ചോദിക്കാറുണ്ട്, ഇതോ ചെയ്ത് തരുമെന്ന്. അപ്പോഴും ഒരു മടി കാരണം അതങ്ങ് ചെയ്ത് കൊടുത്തിട്ടില്ല ആർക്കും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇപ്പോൾ ഒരു 1.5 വർഷം മുമ്പ് വെറുതെ മോൻ ഹോസ്റ്റലിലൊക്കെ പോയി ധാരാളം സമയമുണ്ട്, അപ്പം ഒന്ന് തുടങ്ങാമെന്ന് വിചാരിച്ച്. അതും അങ്ങനെ വലിയ ലാർജ് സ്കെയിലൊന്നുമല്ല ഇവിടെ. പക്ഷേ എംബ്രോയ്ഡറിയിലെ ഒരുവിധ എല്ലാ സ്റ്റിച്ചുകളും, എല്ലാത്തരം എംബ്രോയ്ഡറികളും ഹാൻഡ് എംബ്രോയ്ഡറികളും ഞാൻ ചെയ്യുന്നുണ്ട്. പെറ്റിറ്റ് പോയിൻ്റ്, പിന്നെ ഹാൻഡ് എംബ്രോയ്ഡറി അല്ലാതെ കട്ട് വർക്ക്, ടോയിൻ കട്ട് വർക്ക്, പിന്നെ ഷാഡോ വർക്ക്, അങ്ങനെ ഒരുവിധം എല്ലാ എംബ്രോയ്ഡറികളും ചെയ്യുന്നുണ്ട്. കസ്റ്റമേഴ്സ് സാറ്റിസ്ഫൈഡ് ആണ്. അവർ എൻ്റെ സ്പെഷ്യലായിട്ട് പറയുന്നത് കളർ കോമ്പിനേഷനും അതിലെ മെറ്റീരിയലുകളുമാണ്. മെറ്റീരിയൽ ഞാൻ കുറച്ച് നോക്കി നല്ല മെറ്റീരിയലിലാണ് ഞാൻ ചെയ്യാറുള്ളൂ. ഒരുവിധം സിൽക്ക്, ഈ എംബ്രോയ്ഡറി കുറച്ച് കോസ്റ്റ്ലിയാണ് ഹാൻഡ് എംബ്രോയ്ഡറി ആകുമ്പോൾ.
അപ്പോൾ അത് ചെറിയ ചീത്ത മെറ്റീരിയൽ ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ അത് കുറച്ച് നല്ല മെറ്റീരിയലാണ് ചെയ്യുന്നത്. അപ്പം കുറച്ച് കോസ്റ്റും കൂടാറുണ്ട്. അപ്പം പക്ഷേ അതിൻ്റെ കളർ കോമ്പിനേഷനും മെറ്റീരിയലും ഇഷ്ടമായതുകൊണ്ട് എനിക്ക് കസ്റ്റമേഴ്സ് ഉണ്ട്, അവർ സാറ്റിസ്ഫൈഡ് ആണ്. അവരുടെ പ്രോത്സാഹനമാണ് ഇത് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നത്. ഇപ്പോൾ ഞാൻ കൂടുതലും ചെയ്ത് എൻ്റെ ഇഷ്ടത്തിന് എൻ്റെ കളറിൽ എൻ്റെ കോമ്പിനേഷനിൽ ഞാൻ ചെയ്ത് ഇവിടെ വയ്ക്കുകയാണ്. അത് വന്ന് നോക്കിയിട്ട് അവർക്ക് ഇഷ്ടമുള്ളത് അങ്ങനെ പിന്നെ സെയിലുകൾ നടത്തുന്നു. അതൊക്കെയാണ്, അങ്ങനെയാണ് ചെയ്യുന്നത്. ഓർഡർ അനുസരിച്ചുള്ളത് ചെയ്യുന്നുണ്ട്. പക്ഷെ അത് കണ്ടു കഴിഞ്ഞിട്ട് അവർക്ക് ഇഷ്ടമാണെങ്കിൽ അത് പറഞ്ഞ് അതിൻ്റെ കളർ കോമ്പിനേഷനൊക്കെ പറഞ്ഞ് ഞാനും കൂടെ കൂടി ചെയ്ത് അങ്ങനെ ചെയ്യുന്നുണ്ട്. ഞാൻ എൻ്റെ ഡ്രസ്സുകൾ ചെയ്യാറുണ്ടായിരുന്നു, എനിക്ക് വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ചെയ്യാറുണ്ട്. പിന്നെ ഈ ഹാൻഡ് എംബ്രോയ്ഡറി ഇടയ്ക്ക് അതിൻ്റെ ഒരു ഇത് നിന്ന് പോയിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഒരു 5-6 വർഷമായിട്ടുള്ളൂ അത് വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ട്. ഇടയ്ക്ക് അതിൻ്റെ ആ ഒരു ട്രെൻഡ് നിന്ന് പോയി. അപ്പോൾ ഞാനും നിർത്തി വെച്ചു. പിന്നെ ഇപ്പോൾ ഒരു 5-6 വർഷമായിട്ടാണ് അത് ഇവിടെ ഇങ്ങനെ കണ്ടു തുടങ്ങുന്നത്. മുമ്പ് കട്ട് വർക്ക് അതൊന്നും എല്ലാവരും അത് ഉള്ളതെല്ലാം എടുത്ത് പൂട്ടി വെച്ചു, ആരും കൊടുക്കാതെയായി. പക്ഷേ ഇപ്പോൾ ഭയങ്കര ട്രെൻഡായിട്ട് വരുന്നുണ്ട്. പിന്നെ അതുപോലെ ഹാൻഡ് എംബ്രോയ്ഡറി ആണെങ്കിലും ആദ്യം ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്തൊക്കെ നല്ല ട്രെൻഡായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അത് എല്ലാവരും അവിടുത്തെ എല്ലാവർക്കും ഉണ്ട് എന്നുള്ളൊരു തോന്നപ്പം അതും കഴിഞ്ഞു. പിന്നെ ഒരു കുറേ വർഷത്തിന് ശേഷമാണ് അത് ട്രെൻഡായപ്പോൾ ഞാനും അത് തുടങ്ങിയെന്ന് മാത്രം. ഇപ്പോൾ എറണാകുളത്ത് കിട്ടാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. കാരണം ഒരുപാട് ഹിന്ദിക്കാർ ഈ മേഖലയിലേക്ക് കടന്നു വന്ന് ഒരുപാട് ബൂട്ടിക്കുകൾ എറണാകുളത്തുണ്ട്. അതിലെല്ലാം വർക്ക് ചെയ്യാൻ ഒരുപാട് കാൽക്കട്ടയിൽ നിന്ന് ഹിന്ദിക്കാരൊക്കെ വന്നിട്ടുണ്ട്. അവർ കോണ്ടാക്റ്റ് ചെയ്യാറുണ്ട്. ലേസി ഡേയ്സി ഇതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്തു പോയാൽ മതി എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. ഹോം ബേസ്ഡ് മാത്രമാണ്. ഞാൻ വേറൊരു ഷോപ്പിലേക്കൊന്നും ഒരിക്കലും പോകാൻ ആഗ്രഹമില്ല. ഇവിടെ തന്നെ നിന്ന് ഇവിടുത്തെ കാര്യങ്ങളും വീട്ടിലെ കാര്യങ്ങളും ഇതും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാനാണ് എനിക്ക് താല്പര്യമുള്ളൂ. വേറൊരു ഷോപ്പ് ഞാൻ ഒരിക്കലും തുടങ്ങില്ല. സപ്പോർട്ട് എൻ്റെ ഫാമിലി, ഫ്രണ്ട്സ് നല്ല സപ്പോർട്ടാണ്. ഈ 22 വർഷമായി ഹസ്ബൻഡ് ഇത് ചെയ്യാൻ പറയണു. എൻ്റെ മടി കാരണമാണ്, അങ്ങനെയാണ് ലേസി ഡേയ്സി എന്ന് പേര് വിട്ടത്. ലേസി ഡേയ്സി ഒരു എംബ്രോയ്ഡറിയുടെ പേരാണ്, ഒരു എംബ്രോയ്ഡറി സ്റ്റിച്ചിൻ്റെ പേരാണ്. അങ്ങനെയാണ് ആ പേരിലേക്ക് വന്നത്. ഇതിൽ താല്പര്യവും പിന്നെ അതിനോട് ഡെഡിക്കേഷനും ഉണ്ടെങ്കിൽ മാത്രമാണ് അത് ചെയ്തിട്ട് കാര്യമുള്ളൂ. ഈ ഡിസൈനും കളർ കോമ്പിനേഷൻ അതിലൊക്കെ ഒരു സ്വന്തമായിട്ട് ഒന്ന് ചെയ്യാമെന്നുണ്ടെങ്കിൽ വളരെ നല്ലതാണ്. ഇത് ഒരു ലിനൻ സാരി ചെയ്തിരിക്കുന്ന വർക്കാണ്. ഇത് ഫ്രഞ്ച് നോട്ട് എന്നാണ് ഈ വർക്കിൻ്റെ പേര്. ഇതിൽ ഒരു ഏഴ നൂലിലാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇത് ഇത്ര മൈന്യൂട്ടായിട്ട് ഒരു സ്മോൾ ഫ്രഞ്ച് നോട്ടാണ്. ഇത്ര ഡീറ്റെയിൽഡായിട്ടാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ അതിൻ്റെ ഷെയ്ഡിങ് ആണ് അതിൻ്റെ പ്രത്യേകത. പിന്നെ ഇടയ്ക്ക് സീക്വൻസും മെറ്റാലിക് സീക്വൻസും ബീഡ്സും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് എൻഹാൻസ് ചെയ്യാനായിട്ടൊരു പൈപ്പിങ്ങും കൂടി ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇതൊരു ഓർഗൻസ സാരിയാണ്. ഇതിനകത്ത് ചെയ്തിരിക്കുന്ന വർക്ക് പെറ്റിറ്റ് പോയിൻ്റ് എന്നാണ് പറയുന്നത്. ഇതൊരു ട്രഡീഷണൽ വർക്കാണിത്. ഇതിൽ ഓരോ ഇഴയുടെയും അകത്തുകൂടെ നൂല് പകർത്തിയിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു വർക്കാണിത്. ഹാൻഡ് വർക്ക് തന്നെയാണ്. കണ്ടു കഴിഞ്ഞാൽ പെയിൻറ്റിങ് പോലെ തോന്നും, പക്ഷേ ഇത് ഹാൻഡ് വർക്ക് തന്നെയാണ്. ഇത് സിൽക്ക് ത്രെഡ് ഇട്ടാണ് ചെയ്യുന്നത്. ഇതിൻ്റെ ആ കളർ കോമ്പിനേഷനും അതിൻ്റെ ഒരു ഷെയ്ഡിങ്ങും വരുമ്പോഴാണ് അങ്ങനെ ഒരു പെയിൻറ്റിങ്ങിൻ്റെ ലുക്ക് വരുന്നത്. ഇതിൻ്റെ പ്ലീറ്റ്സിലാണ് ഈ ചെറിയ ഓരോ ഫ്ലവേഴ്സ് പ്ലീറ്റ്സിലിട്ടിട്ടുണ്ട്. ഇത് ചെസ്റ്റ് ഭാഗത്തായിട്ട് വരും. അങ്ങനെ ഇവിടെ ഒരു ഡിസൈനും ഇത്രയും ഡിസൈനാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഇതൊരു കാഞ്ചീപുരം സാരിയാണ്. ഇത് പ്യുവർ കാഞ്ചീപുരത്തിലാണ് ചെയ്തിരിക്കുന്നത്. ജെറി ത്രെഡ് ഇട്ടിട്ട്
ഹാൻഡ് വർക്ക് ചെയ്തിരിക്കുന്നതാണ്. ഇതിൻ്റെ ചെസ്റ്റ് ഭാഗത്തും പിന്നെ മുന്താണിയിലും വർക്ക് വരുന്നുണ്ട്. ഇത് ഒരു ഓർഗൻസ സാരിയാണ്. ഇതിനകത്ത് ഇത് മുന്താണി ഭാഗമാണ്. മുന്താണിയിൽ ഷാഡോ വർക്കാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ പ്ലീറ്റ്സിലും വർക്ക് വരുന്നുണ്ട്. ഓരോ പ്ലീറ്റ്സിലും വരുന്ന രീതിയിലാണ് ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇത് ഒരു ഓർഗൻസ സാരി തന്നെയാണ്. ഇതിനകത്ത് ഫസ്റ്റ് ബ്ലോക്ക് പ്രിൻറ്റ് ചെയ്തിട്ടുണ്ട്. പ്ലെയിൻ സാരി വാങ്ങിയിട്ട് ബ്ലോക്ക് പ്രിൻറ്റ് ചെയ്തു. അത് സെൽഫ് ബ്ലോക്ക് പ്രിൻ്റാണ് ചെയ്തിരിക്കുന്നത്. ആ ബ്ലോക്ക് പ്രിൻറ്റിൻ്റെ ഡിസൈനിൽ കൂടി ആരി വർക്ക്, ഹാൻഡ് ആരി വർക്കാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ ബോർഡറിൽ മെറ്റാലിക് സീക്വൻസ് ഫ്രഞ്ച് നോട്ട് ഉപയോഗിച്ച് ഫിക്സ് ചെയ്തേക്കുന്നു. അങ്ങനെ 3 വർക്കാണ് ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്. ആ മുന്താണിയിലും ബ്ലോക്ക് പ്രിൻ്റാണ് ഇതിനകത്ത്. ആ ബ്ലോക്ക് പ്രിൻറ്റിൻ്റെ മീതെ കൂടെ ആരി വർക്ക് ചെയ്തിരിക്കുന്നു. ഇതൊരു റോ സിൽക്ക് ഷെയ്ഡഡ് സാരിയാണ്. ഇതിൽ ചെസ്റ്റിൽ ഈ ഡിസൈൻ ചെയ്തിരിക്കുന്നു, ഫ്രഞ്ച് നോട്ട്. പിന്നെ ഇതിൻ്റെ പല്ലവിലും ഒരു ഡിസൈനുണ്ട്. ഇത് മുന്താണിയിൽ താഴെയിട്ട് വരും. പിന്നെ ഇത് മുന്താണിയിൽ വരും. ഈ മുന്താണിയിൽ ഇങ്ങനെ ഷെയ്ഡ് മാറി മാറി ഇട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഓറഞ്ച് വരുമ്പം അതിൻ്റെ വേറെ യെല്ലോ ഷെയ്ഡ് അങ്ങനെ മാറ്റി അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ പ്ലീറ്റ്സ് ഭാഗത്തും കുറേ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഉടുത്ത് വരുമ്പോൾ പ്ലീറ്റ്സിലെല്ലാം ഡിസൈൻ കാണത്തക്ക രീതിയിൽ. ഇത് ഒരു ഓർഗൻസ സാരിയാണ്. ഇതിൻ്റെ മുന്താണി ഹാഫ് കട്ട് വർക്ക് ചെയ്തിരിക്കുന്നു. പിന്നെ ഇതിൻ്റെ പ്ലീറ്റ്സിൽ 2 വലിയ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ബ്ലൗസിൻ്റെ സ്ലീവിലും 2 ഡിസൈൻ. ഇത് ടോയിൻ കട്ട് വർക്കാണ്. മാനുവലായിട്ട് മെഷീനിൽ ചെയ്യുന്നതാണ്. മാനുവലായിട്ടുള്ള ടോയിൻ കട്ട് വർക്ക്. ഇതൊരു സൽവാറിൻ്റെ ടോപ്പാണ്. ടോപ്പിൻ്റെ യോക്കിൽ ഷാഡോ വർക്ക് ചെയ്തിരിക്കുന്നു. ഇത് റോ സിൽക്കിൽ കട്ട് വർക്ക് ചെയ്തിരിക്കുന്ന ഒരു സൽവാറാണ്. ഇതും യോക്കിൽ വർക്ക് ചെയ്തിരിക്കുന്നു. ഇതൊരു ഡൂപ്യോൺ സിൽക്ക് മെറ്റീരിയലാണ്. ഇത് ടോപ്പ് മാത്രം. ടോപ്പിൻ്റെ യോക്ക് ഇതിൽ സീക്വൻസ്, മെറ്റാലിക് സീക്വൻസ് ആൻഡ് ബീഡ്സ് വർക്കാണ് ചെയ്തിരിക്കുന്നത്. ഇത് ടസർ സിൽക്ക്. ഇതും യോക്കിൽ വർക്ക് ചെയ്തിരിക്കുന്നു. ഇത് ഹാൻഡ് വർക്ക് തന്നെ. ഇത് ഒരു ടസർ സിൽക്ക് ടോപ്പ് തന്നെയാണ്. ഇതും ഹാൻഡ് വർക്കാണ് ചെയ്തിരിക്കുന്നത്.